മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ്. ഇതിന് കുറച്ച് ഉള്ളി എടുത്തുങ്ങാണ്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി അത് നല്ല ഈ അട്ട അഴിച്ചെടുത്തത് ഇത് നല്ലോണം ഒന്ന് കിടന്നുകൊണ്ട് ഇതിൽ കിടന്ന് വേവട്ടെ. ഏലക്കായി, കറാമ്പൂവ്, പട്ട ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് അതിലേക്കുള്ള അളവിൻ്റെ ഇതിന് 1.25 ഗ്ലാസ് അരിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാട്ടക്ക് അരിക്ക് 2 പാട്ട വെള്ളം. ഇനി ഇതിന് അര എടുത്തുക്കണം. ഇനി ഒരു പാട്ടയും കൂടെ ഒഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട്. കറക്റ്റാണ് വെള്ളമൊക്കെ. ഇനി വെന്ത് വരുമ്പോൾ ഇത് നിറച്ചുണ്ടാവും, അല്ലാണ്ട് തൂക്കൊന്നുമില്ല. ഓക്കെ, ചോറ് റെഡി ആയിട്ടാ. നെയ്ച്ചോറ് റെഡിയായി. ഞാൻ എന്നും പറയുമ്പോൾ തന്നെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, മഞ്ഞൾ, മുളക്, ഇത്തിരി സുർക്ക, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ ഞുണ്ടണം ആദ്യം കേട്ടോ. ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ഇനി ഇറച്ചിടണം. ഇറച്ചിയിട്ട കൈക്ക് കുത്തി തറച്ചാളും. അതിനെക്കൊണ്ട് ഞാൻ വളകണ മക്കളെ, അതിനെക്കൊണ്ട് ഞാൻ ഇറച്ചിടുന്ന മുന്നേ ഇതൊന്ന് ഞുണ്ടാണ്. നമുക്ക് ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കണം. അങ്ങനെതാ ഞാനൊക്കെ ഇളക്കി കഷ്ണങ്ങളൊക്കെ ഇറച്ചിയൊക്കെ ഇതിലിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വേവട്ടെ. പറഞ്ഞ മാതിരി വെള്ളം പോരാട്ടോ. കുറുങ്ങനെ വെക്കുന്ന കറിയല്ല അത്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടാട്ടോ വെക്കാൻ. അങ്ങനെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചി ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഇതാ. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത കറിയാണ്, നമുക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുത്ത്, കരിവേപ്പിൻ്റെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്ത് തീ ഓഫാക്കി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കാം. ഓക്കേ, ഇതങ്ങനെ അതാ മക്കളെ ചോറൊക്കെ റെഡിയായി. പാത്രത്തിലേക്ക് ഊറ്റിയിട്ടതാണ് ഞാൻ. മോന് വരുമ്പോഴാണ് കഴിക്കാൻ. അങ്ങനെ അയാൻ മോൻ്റെ ചോറാണ് കേട്ടോ. അത് അയാൻ വന്നാണ് ഭക്ഷണം കഴിക്കാൻ. നമ്മളൊക്കെ ആ തിരക്കിൽ വെച്ച് എല്ലാവരും കൂടെ അവിടെ ഒപ്പര ഇരുന്ന് തിന്ന. ആയിരിക്കും മോനെ അവിടെ ഇരിക്കും. എല്ലാവരും കൂടെ ഒപ്പര ഇരുന്ന് തിന്ന. ഇനി മക്കളെ അന്നേരം പിടിക്കാൻ മറന്നുപോയി. അപ്പം അതിനെക്കൊണ്ട് വീണ്ടും ഓൻ തിന്നണെടുത്താണ് വെച്ചുണ്ടാക്കിയതോ. ചോറ് നമ്മളെ കുക്കറിന് മൂടി തുറന്ന് പിടിക്കണതൊക്കെ എടുക്കാൻ മറന്നു. നമുക്ക് ഭയങ്കര മറക്കായിരിക്കും. ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ ആരും ഉമ്മാനെ വെറുക്കരുത്. ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകണം. ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം അങ്ങനെ മോന് സ്കൂളിട്ട് വന്നതാണ്. അപ്പോൾ തൽക്കാലം പോകാൻ തിന്നണ എന്നെങ്കിലും എടുക്കാലോ വിചാരിച്ചെടുത്തിടുകയാണ്. കിട്ടിയില്ല ആട്ട്. സൂപ്പറാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ വള്ളംകളി കറിയും നെയ്ച്ചോറും അടിപൊളി. ഇങ്ങനെ ഇതാ ഉള്ളി, പച്ചമുളക്, തക്കാളി, തൈര് വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. ഇതിൽ കക്കിരിക്ക ഉണ്ടാക്കിയതാണിത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് തിന്നാലോ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ മക്കളെ. മോനിതാ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അവൻ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. പുളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, ബായ്.